ഹെൽപ്പ് ബോക്സ്. പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ്, ഭയമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മോളച്ചെന്ന് കണ്ട ശേഷം പലരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവളും ഒരു ഭയപ്പാടോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം. ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൽ ഇടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായി. അത് ഒരാഴ്ച ഒരിക്കൽ എച്ച് എമ്മോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ അത് തുറന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ പേര് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓഫീസറെ മുകളിലോട്ടുള്ള ഓഫീസറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊരു കാര്യങ്ങളൂടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കുറേ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, സ്കൂൾ കൗൺസിലേഴ്സ്. അവരാണല്ലോ കൗൺസിലിംഗ് ചെയ്യുന്ന കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ കൗൺസിലേഴ്സിൻ്റെ യോഗം വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവരോട് വേറെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല, ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വളരെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുത്തുകൊണ്ട് അവർ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വേണ്ടി പോവുക. രഹസ്യമായിട്ട് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. കാരണം കുട്ടികൾ കൗൺസിലിങ്ങിന് ഈ കാര്യങ്ങൾ കേട്ട് വേറൊന്നും ചിലപ്പോൾ ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലായിരിക്കും. വീടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവാം, മറ്റ് പീഡനങ്ങളുടെ പ്രശ്നം ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവരെ യോഗം കേരള അടിസ്ഥാനത്തിൽ വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം വിളിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ആദ്യം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.